ഹലോ ഫ്രണ്ട്സ്, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മോഡ്യൂൾ 3-ലെ ഡിസൈൻ എലമെൻറ്റ്സ് ഫോർ എ കണ്ടിന്യൂസ് ഫ്ലോസ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്. ഓക്കെ, അതിൻ്റെ ഒരു പോർഷനാണ് എടുക്കുന്നത്. മോഡ്യൂൾ 3-ലെ ഒരു പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ടോപ്പിക്കാണ് ഈ പറഞ്ഞ ഡിസൈൻ എലമെൻറ്റ്സ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു സെഡിമെൻറ്റേഷൻ ടാങ്ക് അതിന് വേണ്ടി കണ്ടിന്യൂസ് ഫ്ലോ ഡിസൈൻ എലമെൻറ്റ്സ് ഫോർ എ കണ്ടിന്യൂസ് ഫ്ലോ സെഡിമെൻറ്റേഷൻ ടാങ്കിന് വേണ്ടി എന്തൊക്കെയാണ് ഡിസൈൻ എലമെൻറ്റ്സ് വേണ്ടതെന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻ ദ കണ്ടിന്യൂസ് ഫ്ലോ സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് ദ ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള ആണ് ഈ പറഞ്ഞിരിക്കുന്ന 5 എണ്ണം. ആദ്യത്തേതാണ് ഡിറ്റൻഷൻ പീരീഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എഫിഷ്യൻസി. ഓക്കെ, ഡിറ്റൻഷൻ പീരീഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എഫിഷ്യൻസി. അപ്പോൾ അതാണ് ആദ്യത്തേത്. അപ്പോൾ ഓരോന്ന് എന്തൊക്കെയാണ് അതിൻ്റെ എന്താണ് ഡിറ്റൻഷൻ പീരീഡ് എന്നുള്ളതും ഡിസ്പ്ലേസ്മെൻറ്റ് എഫിഷ്യൻസി എന്നുള്ളതും നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ ഓവർഫ്ലോ റേറ്റ് ആൻഡ് സർഫസ് ലോഡിങ്. മൂന്നാമത്തത് ബേസിൻ ഡയമെൻഷൻസ്. നാലാമത്തത് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് അറേഞ്ച്മെൻറ്റ് ആൻഡ് അഞ്ചാമത്തതാണ് സ്ലഡ്ജ് റിമൂവൽ ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേതാണ് ഡിറ്റൻഷൻ പീരീഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റ് ആദ്യം വായിക്കാം ഞാൻ. അപ്പോൾ എന്താണ് ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിറ്റൻഷൻ പീരീഡ് എന്ന് വെച്ചാൽ ഡിറ്റൻഷൻ ടൈം ഇസ് ദി തിയറട്ടിക്കൽ ടൈം ടേക്കൻ ബൈ എ പാർട്ടിക്കിൾ ഓഫ് വാട്ടർ ടു പാസ് ബിറ്റ്വീൻ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് എ സെറ്റിലിംഗ് ടാങ്ക്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് അറിയാം സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്താണ്. സെഡിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വാട്ടർ എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കിൻ്റെ അകത്ത് വെള്ളം സ്റ്റാറ്റിക്കായിട്ട് രീതിയിൽ എടുക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റാറ്റിക്കായിട്ട് വെള്ളം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ വെലോസിറ്റി കുറച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്, വെള്ളത്തിൻ്റെ വെലോസിറ്റി കുറയ്ക്കുകയാണെങ്കിൽ ആ വെള്ളത്തിലുള്ള പാർട്ടിക്കിൾസ് സെഡിമെൻ്റ് അല്ലെങ്കിൽ അടിയിൽ പോകും. ഓക്കെ, അതാണല്ലോ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് സെഡിമെൻറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിറ്റൻഷൻ ടൈം എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് തിയറട്ടിക്കൽ ടൈമാണ്. ഇത് ആക്ച്വലി തിയറി ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, തിയറട്ടിക്കൽ ടൈം ടേക്കൻ ബൈ എ പാർട്ടിക്കിൾ ഓഫ് വാട്ടർ ടു പാസ് ബിറ്റ്വീൻ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് എ സെറ്റിലിംഗ് ടാങ്ക്. ഈ ഒരു സെറ്റിലിംഗ് ടാങ്കിലേക്ക് ഒരു പാർട്ടിക്കിൾ കയറുന്നു എന്നൊരു തിയറട്ടിക്കലായിട്ട് കരുതുക. ഓക്കെ, ആ എൻട്രി ചെയ്തിട്ടും എൻട്രി തൊട്ട് എക്സിറ്റ് ചെയ്യുന്നവരെ ഈ പറഞ്ഞ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് കയറിയിട്ട് എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം, ആ ഒരു പാർട്ടിക്കിൾ, ആ ഒരു ടൈമിനെയാണ് ആക്ച്വലി ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് വി ഈസ് ദ വോളിയം ഓഫ് ദ ബേസിൻ, ക്യൂ ഈസ് ദ ഡിസ്ചാർജ് റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റൻഷൻ പീരീഡ്. ഓക്കെ, ആൻഡ് ഈസ് ദ ഡിറ്റൻഷൻ പീരീഡ്. ഓക്കെ, അപ്പോൾ ഡിറ്റൻഷൻ പീരീഡ്, അപ്പോൾ വി ആണ് വോളിയം എങ്കിൽ ക്യൂ ആണ് അതിൻ്റെ ഡിസ്ചാർജ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു റിലേഷനാണ് ആക്ച്വലി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ T0. ഓക്കെ, T0 is equal to V. സൂം ചെയ്ത് കാണിച്ചു തരാം. T0 is equal to L/V. ഓക്കെ, L എന്ന് വെച്ചാൽ ആക്ച്വലി ലെന്താണ് ഡിവൈഡ് ബൈ V. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ V എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ V ആണ്. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ L/V എന്ന് പറഞ്ഞാൽ ആ V എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. ഓക്കെ, ആ വെലോസിറ്റി ആക്ച്വലി നമുക്ക് എന്താണെന്നറിയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ Q/A എന്നറിയാം. ഓക്കെ, ഡിസ്ചാർജ് ബൈ ഏരിയ എന്നറിയാം. അതുകൊണ്ടാണ് മറ്റേ അടുത്ത ഈക്വൽ ടു LBH ഡിവൈഡ് ബൈ Q, ഡിവൈഡ് ബൈ Q അവിടെ വന്നത്. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു Q/A എന്നാണ്. A എന്തായാലും മുകളിൽ പോകും. അപ്പോൾ L/A ആണ്. പക്ഷേ ഏരിയ എന്താണ്? ഏരിയ എന്ന് വെച്ചാൽ ആക്ച്വലി ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ടാങ്കിൻ്റെ ബ്രെഡ്ത്തും അല്ലെങ്കിൽ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അതാണ് എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷണൽ ഏരിയയാണ്, അതാണ് എടുക്കാറുള്ളത്. ക്രോസ് സെക്ഷണൽ ഏരിയയാണ് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് B/H. അപ്പോൾ LBH ആയി. അപ്പോൾ എല്ലിൻ്റെ എന്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ വോളിയം ആയി. അപ്പോൾ അത് ഈക്വൽ ടു വോളിയം ബൈ Q. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞു. ഇഫ് ദ വോളിയം V ആണെങ്കിൽ Q ഡിസ്ചാർജ് ആണെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ ഡിറ്റൻഷൻ പീരീഡ് കിട്ടുന്നതെന്നാണ് ആ സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. V വോളിയം എന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ്, അറിയാമല്ലോ. capacity of tank divided by discharge. Okay,
the value of detention period depends upon the type of sediment suspended impurities in water. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിറ്റൻഷൻ പീരീഡിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസാണ് വെള്ളത്തിലുള്ളത്. അത് ഈ ചിലപ്പോൾ 4 to 8 മണിക്കൂർ 4 to 8 hours ഇൻ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് എടുക്കും. ഓക്കെ, അത് ഒരു പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ കൺസിഡറേഷനാണ്. ഓക്കെ, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു കൺസിഡറേഷനാണ് ഈ പറഞ്ഞ 4 to 8 hours. അപ്പോൾ ഡിറ്റൻഷൻ പീരീഡ് അൺലെസ് അതർവൈസ് ഇൻഡിക്കേറ്റഡ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ആവറേജ് ഫ്ലോ. ഓക്കെ, അപ്പോൾ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അൺലെസ് അതർവൈസ് ഇൻഡിക്കേറ്റഡ് അല്ലെങ്കിൽ അതൊരു ഡിപ്പെൻഡ്സ് പോൺ ദി അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ പോൺ ദി ആവറേജ് ഫ്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. ഡിറ്റൻഷൻ പീരീഡ് ഓഫ് ദ റെക്ടാങ്കുലർ ടാങ്ക് ആണെങ്കിൽ, ഓക്കെ, 2 തരത്തിലുണ്ട്. ഒന്നുകിൽ റെക്ടാങ്കിൾ ടാങ്ക്, രണ്ടാമത് സർക്കുലർ ടാങ്ക്. റെക്ടാങ്കുലർ ടാങ്ക് ആണെങ്കിൽ മെയിൻ ഇക്വേഷൻ അറിയാം, കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ്. കപ്പാസിറ്റി എന്ന് വെച്ചാൽ വോളിയം തന്നെയാണ്, ഓക്കെ, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ റെക്ടാങ്കിൾ ആണെങ്കിൽ വോളിയം ഓഫ് ദ ടാങ്ക് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഫ്ലോ. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ്. സെയിം ഇക്വേഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ ഇപ്പോൾ റെക്ടാങ്കുലർ ടാങ്ക് ആയതുകൊണ്ട് എല്ലിൻ്റെ ബിൻ്റെ എച്ച്. അപ്പോൾ ഇവിടെ ബി എല്ലിൻ്റെ എച്ച്, ഓക്കെ, സെയിം തന്നെയാണ്. എൽ ബി എച്ച് ആണ് ഡിവൈഡ് ബൈ ക്യൂ. സെയിം ഇക്വേഷൻ തന്നെയാണ്. സിമിലർലി അത് ഒരു സർക്കുലർ ടാങ്ക് ആണെങ്കിൽ ഇക്വേഷൻ ഒരു വ്യത്യാസമുണ്ട്. കാരണം അത് സർക്കിളാണ്. അപ്പോൾ അവിടെ ഈ ഒരു വിഡ്ത്തും അങ്ങനെയല്ല, ഡയമീറ്ററൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത ശേഷമുള്ള ഒരു ഇക്വേഷനാണ് d² × 0.011 സ്മോൾ d പ്ലസ് 0.785h. ഓക്കെ, അത് ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് ഹോൾ ഡിവൈഡഡ് ബൈ ക്യൂ തന്നെയാണ് റേറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ അവിടെ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ടാങ്കാണ്. ക്യാപിറ്റൽ എച്ച്, ഓക്കെ, രണ്ടാമത്തെ മുകളിലത്തെ ന്യൂമറേറ്ററിലെ രണ്ടാമത്തെ ടേമിലുള്ളതാണ് 0.785h. ആ h എന്ന് വെച്ചാൽ ആക്ച്വലി വെർട്ടിക്കൽ ഡെപ്ത് ഓഫ് വാട്ടർ ഡെപ്ത്. ഓക്കെ, വെർട്ടിക്കൽ ഡെപ്ത് ഓഫ് വാട്ടർ ഡെപ്താണ് അത് ക്യാപിറ്റൽ എച്ച് എന്ന് വെച്ചാൽ. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഡിറ്റൻഷൻ പീരീഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഡിറ്റൻഷൻ പീരീഡ്, മെയിൻലി ഡിറ്റൻഷൻ പീരീഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്ന് പിന്നീട് പറയാമെന്ന് പറഞ്ഞതാണ് ഈ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ അതെന്താണെന്നുള്ളത് പറയാം. ഇവിടെ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് വെച്ചാൽ പ്ലെയിൻ സെഡിമെൻറ്റേഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിൽ ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷനും കൂടെ പറയാം. അപ്പോൾ ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ നോക്കുമ്പോൾ ആദ്യത്തേയും പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. ഓക്കെ, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നടക്കുന്നത് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ആണല്ലോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഡൗൺ ഓഫ് സോളിഡ്സ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഇൻ എ റോ വാട്ടർ. റോ വാട്ടർ എന്ന് വെച്ചാൽ ഒരു കലങ്ങിയ വെള്ളം എന്നൊരു അർത്ഥമുള്ളൂ. ചെളിവെള്ളം, ഓക്കെ, അറിയാലോ, ചെളിയായിട്ടുള്ള അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം എന്ന ആ ഒരു രീതിയിൽ. റോ വാട്ടർ ടു ദ ബോട്ടം ഓഫ് ദ സെഡിമെൻറ്റേഷൻ ബേസിൻ ബൈ നാച്ചുറൽ ഗ്രാവിറ്റി അലോൺ. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഗ്രാവിറ്റി അലോൺ. പക്ഷേ നോ കെമിക്കൽ ഈസ് ആഡഡ്. പ്യൂർലി ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ്റെ കാറ്റഗറിയിൽ പറയുമ്പോൾ. ഓക്കെ, അതാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. അപ്പോൾ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ എന്താണ് നടക്കുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ന് വെച്ചാൽ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്, ഈ പ്രോസസ്സ് തന്നെയാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഡൗൺ ഓഫ് സോളിഡ്സ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഇൻ റോ വാട്ടർ. റോ വാട്ടർ എന്ന് വെച്ചാൽ കലങ്ങിയ വെള്ളം എന്ന് അർത്ഥമാണ്. ഓക്കെ, ടു ദ ബോട്ടം ഓഫ് ദ സെഡിമെൻറ്റേഷൻ ബേസിൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ ടാങ്ക് ബൈ നാച്ചുറൽ ഗ്രാവിറ്റി ഫോഴ്സ് അലോൺ. പക്ഷേ വേറൊരു കെമിക്കലും ആഡ് ചെയ്യാതെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മാത്രം കൊണ്ട് ഇമ്പ്യൂരിറ്റീസ് താഴെ അല്ലെങ്കിൽ ആ ഒരു സെഡിമെൻറ്റേഷൻ ബേസിനിൽ അടിഞ്ഞു ചേരുക അല്ലെങ്കിൽ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. ഓക്കെ, ഇനി വേറെ ചില സെഡിമെൻറ്റേഷൻ ഉണ്ട്. സെഡിമെൻറ്റേഷൻ ബൈ കോസിങ് ക്ലാരിഫർ ആൻഡ് കോണ്ടാക്ട്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഇൻ ദിസ് മെത്തേഡ് കെമിക്കൽസ് ആർ മിക്സ്ഡ് ഇൻ വാട്ടർ ആൻഡ് ദാറ്റ് വാട്ടർ ഈസ് റൊട്ടേറ്റഡ് ബൈ ഹെൽപ്പ് ഓഫ് പമ്പ്സ്. ഓക്കെ, ഇവിടെ നേരത്തെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ. വേറെ നമ്മൾ സ്പെഷ്യലായിട്ട് മനുഷ്യർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ആക്ച്വലി സം കെമിക്കൽസ് ആർ മിക്സ്ഡ്. നമ്മളൊരു ചില കെമിക്കൽസും കൂടെ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ മാത്രം പോരാ. ആൻഡ് ഇറ്റ് ഈസ് വാട്ടർ ഇസ് റൊട്ടേറ്റഡ് ബൈ ഹെൽപ്പ് ഓഫ് പമ്പ്സ് ഫോർ പീരീഡ് ഓഫ് 2 hours പെർ ഡേ. ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് കെമിക്കലും ആഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? പമ്പ് യൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ആൻഡ് സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ ദ ബോട്ടം ഓഫ് ദ റിസർവോയർ ടാങ്ക്. ഓക്കെ, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ സസ്പെൻഡ് സോളിഡ്സ് എല്ലാം
ഈ കെമിക്കലും ആഡ് ചെയ്ത കെമിക്കലും നമ്മൾ പമ്പ് വെച്ച് അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഈ ബേസിൻ്റെ അടിയിൽ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. അതൊരു മെത്തേഡ്. ഓക്കെ, ആദ്യം പറഞ്ഞ മെത്തേഡ് ഡയറക്റ്റായിട്ട് ഈ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മാത്രം ഉള്ളൂ. രണ്ടാമത്തത് ഗ്രാവിറ്റി ഓഫ് കോഴ്സ് ഉണ്ട്, എങ്കിലും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് എല്ലാം വരണമെന്നില്ല. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അത് പിന്നെയും ടൈം എടുക്കും. അപ്പോൾ അത് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അതും സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് ചില കെമിക്കൽസും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പമ്പ് ഒന്ന് യൂസ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ആ ഒരു പാർട്ടിക്കിൾസും കൂടെ ബോട്ടത്തിൽ ബേസിൻ്റെ ബോട്ടത്തിലും കൂടെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, അതാണ് രണ്ടാമത് സെഡിമെൻറ്റേഷൻ ബൈ യൂസിങ് ക്ലാരിഫയർ ആൻഡ് കോണ്ടാക്ട്. ഓക്കെ, ക്ലാരിഫയർ ആൻഡ് കോണ്ടാക്ട് എന്ന് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ക്ലാരിഫയർ മീൻസ് ഒരു കെമിക്കൽസ് ആഡ് ചെയ്യുന്നു, കോണ്ടാക്ട് മീൻസ് ആ കെമിക്കലും ഇമ്പ്യൂരിറ്റീസ് തമ്മിലുള്ള കോണ്ടാക്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടും, അല്ലെങ്കിൽ ആ സൈസ് കുറച്ചും കൂടി കൂടുമല്ലോ. കെമിക്കൽ ഇതും കൂടെ ആകുമ്പോൾ സൈസ് കൂടും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് വെച്ച് താഴെ പോകും. പിന്നെ റൊട്ടേഷനും കാണാം. റൊട്ടേഷൻ കാരണം പിന്നെ താഴെ പോകും. ഓക്കെ, പിന്നെ മൂന്നാമത്തെയാണ് കെമിക്കലി അസിസ്റ്റഡ് സെഡിമെൻറ്റേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ. ഇവിടെ കെമിക്കൽസ് മാത്രമായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ദിസ് പ്രോസസ് ഇൻ വിച്ച് കെമിക്കൽസ് ആർ ആഡഡ് ടു വാട്ടർ ത്രൂ മിക്സിങ് ദ സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് ആർ stick together and form flock which settles to the bottom of the basin. ഓക്കെ, ഇവിടെ ഒരു ഫ്ലോക്ക് ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ഫ്ലോക്ക് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അത് ഒരു ഈ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അണിഞ്ഞ് ചേരുന്നു. അതാണ് ഫ്ലോക്ക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കെമിക്കലി അസിസ്റ്റഡ് ആയിട്ടുള്ളതാണ്, കെമിക്കലി അസിസ്റ്റഡ് സെഡിമെൻറ്റേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, അതെന്ന് വെച്ചാൽ ആക്ച്വലി ഈ പറഞ്ഞ കെമിക്കൽസ് ആഡ് ടു ദ വാട്ടർ മിക്സിങ് ദ സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് ആർ സ്റ്റിക്ക് ടുഗദർ ആൻഡ് ഫോം ഫ്ലോക്ക്. ആ ഒരു ഇമ്പ്യൂരിറ്റീസും കെമിക്കൽസും കൂടെ ഒരുമിച്ച് സ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഒട്ടിയിരുന്നിട്ട് അത് ഒരു ഫ്ലോക്കായി മാറുന്നു. അപ്പോൾ വിച്ച് സെറ്റിൽസ് ഡൗൺ ടു ദ ബോട്ടം. ഓക്കെ, അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഇവിടെ പക്ഷേ മോട്ടറോ അല്ലെങ്കിൽ ഈ ഒരു പമ്പോ യൂസ് ചെയ്യുന്നില്ല, കെമിക്കൽ അസിസ്റ്റൻറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അവിടെ ഡയറക്റ്റ് ഈ ഒരു ഗ്രാവിറ്റിയും കൂടെ ഇൻഫ്ലുവൻസും കൂടെ ചെയ്യുന്നു. രണ്ടാമത്തെ കേസിലാണ് നമ്മുടെ പമ്പും പിന്നെ കെമിക്കലും കൂടെ ആഡ് ചെയ്യുന്നത്, രണ്ടും ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ജനറൽ മോസ്റ്റ് യൂസ് പ്രോസസ് ഇസ് കെമിക്കലി അസിസ്റ്റഡ് ഹൊറിസോണ്ടൽ സെഡിമെൻറ്റേഷൻ ആൻഡ് ദ ഫോളോയിങ് അസംഷൻസ് ആർ മെയ്ഡ് ഓൺ ബേസ്ഡ് ഓൺ. എന്ന് വെച്ചാൽ അസംഷൻസ് എന്ന് വെച്ചാൽ ആക്ച്വലി വാട്ടർ ജനറലി ഫ്ലോസ് through a tank as an irregular ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും. Thus the intention of sedimentation is to create a condition in which the flow is uniform for long enough period to permit the maximum practical amount of flock to be settled before the water reaches at the end of the tank. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു അസംഷൻ എന്ന രീതിയിൽ പറയുന്നത്.